ഞാൻ വലിയ പണക്കാരനായ എന്നെ പഠിപ്പിച്ച് വലിയ ആളാക്കാൻ വേണ്ടി അമ്മ പണയം വെച്ച വീട് ഇന്ന് ജപ്തിയിലിരിക്കുക. അതെനിക്ക് തിരിച്ചെടുക്കണം. നീ എത്ര വരെ പഠിച്ച്? 2ാം ക്ലാസ് വരെ. 2ാം ക്ലാസ് വരെ പഠിച്ചപ്പോഴേക്കും വീട് ജപ്തി ചെയ്താ? ഒരു മോൻ 2ാം ക്ലാസ് തന്നെ 15 കൊല്ലം പഠിച്ച ടാറ്റ വരെ തണ്ടി പോകും. വെറുതെ അല്ല എന്റെ അമ്മേനെ പഠിപ്പിക്കാതിരുന്നത്. വീട് പോയാലേ. ആ സാധനം കിടത്തെ ശരിക്കും നോക്കിയില്ലേ? ഇതല്ല കട്ടെടുത്ത സാധനം കയറാന്ന് പറഞ്ഞേ. കട്ടെടുത്തുന്നോ? അനാവശ്യം പറയരുത് കേട്ടോ. വീണെടുത്ത് കിടന്നുള്ളാതെ അതിങ്ങടുത്ത് കൊടുത്തേക്ക് പെണ്ണേ. എന്തോ സാധനം കൊടുക്കാൻ അയാൾ പറയുന്നേ? നീ കട്ടെടുക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണല്ലോടി കള്ളി. കള്ളി നിങ്ങളുടെ അടിച്ചു ഞാൻ. അതിങ്ങ് കൊടുക്കടി. എന്തോന്നാടോ കൊടുക്കണ്ടേ? മര്യാദക്ക് സാധനം തന്നില്ലെങ്കിൽ പിടിച്ചാൻ പോലീസിനെ പിടിക്കും പറഞ്ഞേക്കാം. ഓ പോലീസ്, കൊറേ പോലീസുകാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടാ. ചുമ്മാ നിൽക്കുന്നതിനെ പിടിച്ചോണ്ടുവന്നാലാണോ നിങ്ങളുടെ നാട്ടിലെ പോലീസ്? ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ കൊള്ളക്കാരെന്നാ പറയുന്നത്. നിഷ്കളങ്കരായ ജനങ്ങളെ പിടിച്ചോണ്ടുവന്ന പോലീസ് എന്തൊരു പോലീസാണ് എന്റെ അമ്മോ. പിന്നെ അല്ല പത്തു ഇങ്ങോട്ടാ പോണേ? ഗംഗ ഗംഗ എടുക്കാ പോണേ? ഗംഗ എടുക്കാ പോണല്ല. ഗംഗെ നീ ഇപ്പൊ എവിടെ പോണു? അങ്ങനെയാണ്. ഗംഗേ ഇപ്പൊ എവിടെയാ പോന്ന്? നമ്മൾ പറഞ്ഞില്ലോ അല്ലിക്ക് ആഭരണം എടുക്കാൻ ഇന്ന് പോകുന്നീ. അതിനേക്ക് പോണ്ട. നമ്മൾ നകുലേട്ടനോട് പറഞ്ഞല്ലോ ആഭരണം എടുക്കാൻ നമ്മൾ ഇന്നും പോകുന്നീ. നകുലേട്ടനോ? ഞാൻ സുരേഷ് ഗോപി അല്ലേ? മൂച്ചക്കയ്യെ നകുലേനെന്ന് പറയുന്ന സുരേഷ് ഗോപിന്റെ ആ പേരാണ്. നീ ഒന്നുകൂടി പറഞ്ഞോ. നിങ്ങൾ ചോദിക്കൊന്നൂടി. ഗംഗേ എടുക്കാ പോണേ? ഞാൻ അല്ലിക്ക് ആഭരണം എടുക്കാൻ ഇന്ന് പോവുകയാണ്. അതിനേക്ക് പോണ്ട. നമ്മൾ നകുലേട്ടനോട് പറഞ്ഞാണല്ലോ ഒന്ന് പോകുന്നീ. മാണ്ട മാണ്ട. മാണ്ടാന്നൊന്നും പറഞ്ഞില്ല എന്റെ മൂസക്കായെ. മാണ്ട മാണ്ട ജഡ്ജസ് മുന്നിൽ കുത്തിരിക്കും. വേണ്ട വേണ്ട ഇജ്ജ് പോണ്ട. എന്താ നമ്മൾ പോയാലി? പോണ്ടാന്ന് പറഞ്ഞില്ലേ? എന്തൊക്കെ പോയാലി? അന്നോടല്ല പോണ്ടാന്ന് പറഞ്ഞേ. വിടമാറ്റേ. ഇന്ത്യ ലോക മഹായുദ്ധത്തിന് ചുക്കാൻ പിടിച്ച പട്ടാളക്കാരന്റെ പേര് ചോദിച്ചപ്പോഴേ മേജർ മഹാദേവൻ എന്ന്. അതവനെ അറിയാൻ പാടില്ല. ചുക്കാൻ സിനിമ ഞാൻ മാത്രമേ കണ്ടുള്ളൂ. സുരേഷ് ഗോപി ആരണ്ടല്ലേ അഭിനയിച്ചേക്കണ? ഇത് ആരോടാണ് ഞാൻ ഈ പറയണത്? സ്കൂളിന്റെ പടി പോലും കാണാത്ത അമ്മമാരാണ് മക്കൾക്കുള്ളത്. ഞാനും സ്കൂളിലൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഞാനും കിറു വരെ ഞാനും പഠിച്ചിട്ടുണ്ട്. ഒരുപാട് പഠിച്ചെനിക്ക് മനസ്സിലായിട്ടാ. എന്നാലും മാഷെ എന്തിന്റെ പേരിലാണ് മാഷി ക്ലാസ്സിന് പുറത്താക്കിയെന്നൊന്ന് പറയും. മനോഹരൻ ക്ലാസ്സിലിരുന്ന് ചുമച്ചു. എന്റെ ദൈവം തമ്പുരാനെ, എന്റെ മകനൊരു ചുമച്ചതിനാണ് ഈ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടത്. അങ്ങനെ ചുമ്മാ ഒരു ചുമച്ച ഞാൻ പുറത്തുവിടില്ല. എന്റെ ക്ലാസ്സിലിരുന്ന് ബീഡി വലിച്ച് ചുമച്ച ആരായാലും ഞാൻ പറഞ്ഞു കൊടുക്കും. തണുത്തട്ടായിരിക്കും മാഷെ.